പക്ഷേ ഈ ഡോക്ടർ ഹാരിസിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാരുടെ സംഘടനകൾ വലിയ പ്രതിഷേധവുമായിട്ട് വരാൻ പോകുന്നു. ഇനി നടപടി എടുത്തു കഴിഞ്ഞാൽ അവർ പ്രതിഷേധം ഒരു സമരമാർഗമായിട്ട് വരും. അത് ആരോഗ്യമേഖല വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകില്ലേ? അല്ല, ഇവിടെ നമ്മൾ കാണുന്നത് സിസ്റ്റത്തെ നിങ്ങൾ തൊട്ടാൽ സിസ്റ്റം നിങ്ങൾ തിന്നും. ഡോക്ടർ ഹാരിസിനെ പറ്റിയ പ്രശ്നം അതാണ്. അത് അബദ്ധമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹാരിസിന് ഇതറിയാമായിരുന്നു. പക്ഷേ ഹാരിസ് അതിനെ നേരിടാൻ തീരുമാനിച്ചു. അങ്ങനെ നേരിടാൻ തീരുമാനിക്കുമ്പോൾ സിസ്റ്റം ചെയ്യുന്നത് നേരിടാൻ വരുന്നതായ ആളെ എതിരാളിയായിട്ട് കണക്കാക്കി അയാളെ തിന്നു തീർക്കുക എങ്ങനെയാണ് എന്ന് ആലോചിക്കുക. നമ്മളുടെ മാധ്യമങ്ങളിലും പൊതുവേദികളിലും നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, പഴയ LDFൻ്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണോ അതോ പുതിയ LDFൻ്റെ മന്ത്രി വീണ ജോർജാണ് മെച്ചപ്പെട്ട മന്ത്രി എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടാവും. ചോദിക്കുന്ന സമയത്തൊക്കെ അവർക്ക് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്, അത് ശൈലജ ടീച്ചർ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള അഭിപ്രായമാണ് നിലവിലുള്ളത്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? അതിന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സമീപനമാണ് ശൈലജ ടീച്ചർക്കുണ്ടായിരുന്നത്. അതായത് എപ്പോഴും ടീച്ചർ അവർക്കൊപ്പമായിരുന്നു. എല്ലാവരോടും അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. എല്ലാവരുടെ ആത്മബന്ധം പുലർത്തിയിരുന്നു. നേരിട്ട് പരിചയമുള്ളത് പോലെയാണ് എല്ലാ ഡോക്ടർമാരും, അതേപോലെ തന്നെ നഴ്സുമാർ, പിന്നെ മറ്റ് ഇതര ആരോഗ്യ വിഭാഗത്തിൽപ്പെട്ടായിട്ടുള്ള ജീവനക്കാർ, അവരൊക്കെ ടീച്ചർക്കൊപ്പം നിൽക്കുമായിരുന്നു. ഡോക്ടർമാർ വളരെ കൂടുതലായിട്ടും വളരെ കാര്യമായിട്ടും ടീച്ചർക്കൊപ്പം നിന്നതുകൊണ്ടാണ് അന്ന് ഈ നിപ്പ പോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വൈറസൊക്കെ വന്ന സമയത്ത് അതിനെ നേരിടാനായിട്ടുള്ളൊരു കരുത്ത് ഡോക്ടർമാർക്കുണ്ടായത്. കാരണം ഒപ്പം ഉണ്ട് മന്ത്രി എന്നവർക്കറിയാമായിരുന്നു. അങ്ങനെ എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിലും ആ മന്ത്രി ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ വീണ ജോർജിൻ്റെ പ്രശ്നം, വീണ ജോർജ് ഈ ആരോഗ്യ സിസ്റ്റത്തിനൊപ്പമാണ്, അല്ലാതെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പമല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. സിസ്റ്റത്തിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ യന്ത്രത്തിനൊപ്പം നിൽക്കുക എന്നാണ്. വീണ ജോർജിൻ്റെ മനസ്സ് തന്നെ യന്ത്രവൽകൃതമായി മാറി. യന്ത്രം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് മനുഷ്യരുടെ ശബ്ദം മനസ്സിലാവില്ല. ഇതാണ് പുതിയ ആരോഗ്യ മന്ത്രിയുടെ പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാത്തതിൻ്റെ ഫലമായിട്ട് അവിടെ ഓപ്പറേഷൻ മുടങ്ങുന്നു. ദരിദ്രരായിട്ടുള്ള മനുഷ്യർ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാകുന്നു. അത് മാറ്റണം. അത് മാറ്റാൻ കൃത്യമായിട്ട് അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് വീണ ജോർജ് വെറും വീണ ജോർജ് ആയിട്ട് അതിനോട് പ്രതികരിച്ചു, ഡോക്ടർ ഹാരിസ് നല്ല ഡോക്ടറാണ്, വളരെയധികം രോഗികളുടെ പ്രതിബദ്ധതയുള്ള ആളാണ്, അദ്ദേഹത്തെ അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും വീണ ജോർജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, രൂപാന്തരപ്പെടുകയായിരുന്നു. അവർ രൂപാന്തരപ്പെട്ട് അവസാനം ഇപ്പോൾ അവർ അസൽ ഒരു സിസ്റ്റമായി മാറി, ഒരു യന്ത്രമായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടിപ്പോൾ വകുപ്പ് തല അന്വേഷണമെല്ലാം നടത്തി അവർ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യം, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കാര്യം നമ്മളോട് പറഞ്ഞത് ഇതാണ്: ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ടുള്ള ഉപകരണത്തിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഉപകരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് ഡോക്ടർ ഹാരിസ് ഓപ്പറേഷൻ തടസ്സപ്പെടുത്തുകയും ഓപ്പറേഷനെ വന്ന രോഗികൾ മരണത്തിലേക്കോ ദുരന്തത്തിലേക്കോ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ബോധപൂർവം ഒരു ഉപകരണം മോഷ്ടിച്ച്, അതായത് ഡോക്ടർ ഹാരിസ് മോഷ്ടാവാണ് എന്നാണ് അതിൻ്റെ വേറെ വ്യാഖ്യാനം. അങ്ങനെ മോഷ്ടിച്ച് എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ച് അതിനുശേഷം ശസ്ത്രക്രിയകളൊക്കെ മുടക്കി സർക്കാരിനെ ചീത്തപ്പേരിലാക്കി ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നതിന് യാതൊരു ഉളുപ്പും വീണ ജോർജിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇല്ലാതായി എന്നുള്ളതാണ്. ഈ
ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നതാണ് അവരെ ഏറ്റവും വൃത്തികെട്ട മന്ത്രിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഒരു അന്തസ്സ് വേണം. ആ അന്തസ്സ് എന്ന് പറയുന്നത് തൻ്റെ വാക്കുകൾ, ആ വാക്കുകളെ ബഹുമാനിക്കണം. എൻ്റെ വാക്കുകളെ ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ നാട്ടിൽ എൻ്റെ വാക്കുകളെ ആരാണ് ബഹുമാനിക്കുക എന്ന് വീണ ജോർജ് സ്വയം ചോദിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവർ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഡോക്ടർ ഹാരിസ് മോഷ്ടാവാണ് എന്ന നിലയ്ക്ക് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇപ്പോൾ അവർ പറയും അങ്ങനെ സംസാരിക്കാനുള്ള കാരണം വകുപ്പ് തല അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തന്നെയാണ് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴകി ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം പൊളിഞ്ഞു വീണ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ആരുമില്ല, നിങ്ങളവിടെ അന്വേഷിക്കണ്ട എന്നിവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലായി ഇവർ എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തിച്ചേർന്ന്. സാമാന്യ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കോമൺ സെൻസ് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ കഴിയും. അന്നൊരു പ്രാവശ്യം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാഹിത സംഭവത്തിൽ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് വേണമെങ്കിൽ അന്നേരത്ത് അവർക്ക് ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സംസാരിച്ചത് തെറ്റുപറ്റിയാണെന്ന് വിചാരിക്കും. വീണ്ടും വരുമ്പോൾ ഇവരെന്തിനാണ് സിസ്റ്റത്തെ ആശ്രയിക്കാൻ നിൽക്കുന്നത്? ഇവർ നേരിട്ട് പോയി അന്വേഷിച്ചൂടെ? ഹാരിസിനോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ ഇവരുടെ വളരെ അടുത്തതെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള വല്ല ഡോക്ടർമാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചൂടെ? അല്ലാണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ തലതിരിഞ്ഞൊരു നടപടി ഇവരെടുത്തിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. ഒരുത്തൻ ശസ്ത്രക്രിയ ചെയ്ത രോഗിയെ കൊണ്ടുപോയി ആംബുലൻസിൽ കൊണ്ടുപോയ സമയത്ത് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അത് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. എന്നിട്ട് അവനെ ന്യായീകരിച്ച് അത് പുറത്തു പറഞ്ഞായിട്ടുള്ള ജീവനക്കാരെ അവിടെ നിന്ന് പുറത്താക്കി നടന്ന ഒരു ശ്രീമതിയാണ് വീണ ജോർജ് എന്ന് പറയും. അങ്ങനെ എക്കാലത്തും ഈ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനം നടത്തുന്നതിനും മര്യാദയില്ലാത്ത പ്രവർത്തനം നടത്തുന്നതിനും യാതൊരുമായിട്ടുള്ള മടിയുമില്ലാത്ത ഒരു സ്ത്രീയായി അവർ മാറിയിരിക്കുന്നു. അതാണ് പ്രശ്നം. ഹാരിസിൻ്റെ കാര്യത്തിലാണ്. ഹാരിസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുമ്പോഴുള്ള പ്രശ്നം ഇത് മാത്രമല്ല, ഡോക്ടർമാർ എല്ലാവരും വീണ ജോർജിനെതിരായിട്ട് സമരം ചെയ്യാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ്. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്കെതിരെ അവരുടെ കീഴിലുള്ള എല്ലാ ഡോക്ടർമാരും സമരം ചെയ്യുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ, എന്നിട്ട് നാണമില്ലാതെ ആ സ്ത്രീ അവിടെ ഇരുന്നിട്ട് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഭരണം നടത്താനായിട്ട് ശ്രമിക്കും. അതാണ് ഏറ്റവും വലിയ അപകടം. കാരണം എന്ന് വെച്ചാൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒറ്റ ജീവനക്കാരൻ പോലും, ഒറ്റ ഡോക്ടർ പോലും, ഡോക്ടർ മാത്രമല്ല നഴ്സുമാരും അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അവർക്കെതിരാകുമ്പോൾ പിന്നെ എന്തിനാണ് അവരവിടെ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? ഇറങ്ങിപ്പോയിക്കൂടെ അവർക്ക്? അപ്പോൾ സ്വന്തം പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സ്വന്തം ഇമേജിനെ കീറിപ്പൊളിച്ച് കളയുന്നതായി മാറി എന്ന തിരിച്ചറിവ് പോലും നേടാൻ കഴിയാത്ത തരത്തിലേക്ക് അവരെ അധികാരഭ്രമം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അവർക്ക് മാത്രമല്ല ചീത്തപ്പേരുണ്ടാക്കുന്നത്, അവർ പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള മന്ത്രിസഭയ്ക്ക് ചീത്തപ്പേരാണ്, അവർ പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള CPM-ന് നാണക്കേടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.